സിന്ദൂരരേഖ. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 45. ഇതുപോലെ നാണമില്ലാത്തോളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. ആദ്യമായി സുകുമാരൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. അയാൾക്ക് എതിർവശത്തായി നിന്ന വത്സല പോലും ഒന്ന് പേടിച്ചു വിറച്ചു പോയിരുന്നു എന്നതായിരുന്നു സത്യം. വിനീതയുടെ അച്ഛനും അമ്മയുമായ സുരേന്ദ്രനും സരസ്വതിയും അയാളുടെ മുൻപിൽ തലകുനിച്ചിരുന്നു. രശ്മി അനിയും മാത്രം വീൽചെയറിൽ ഒരു ശവം പോലെ ഇരിക്കുന്നവൻ്റെ മാറുന്ന മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സുകുമാരൻ്റെ പിന്നിലായി തന്നെ നിലയുറപ്പിച്ചു. അതേസമയം ശരീരം മുഴുവൻ രശ്മിയുടെ ചതഞ്ഞു പറഞ്ഞ വിനീത അവളുടെ സ്ഥായിയായ അഹങ്കാരഭാവവും പേറി ഹാളിലെ മൂലയിലെ വെറും തറയിൽ കൂനിക്കൂടിയിരിക്കുകയായിരുന്നു. അത് അവൾക്കൊരു തെറ്റുപറ്റി. വിനീതയുടെ അമ്മ തൻ്റെ വാക്കുകൾ മുഴുവിപ്പിക്കുന്നതിന് മുൻപേ തന്നെ സുകുമാരൻ്റെ ഒരു നോട്ടത്തിൽ പകുതിക്ക് നിർത്തി. ഇനി ഞാനൊരു കാര്യം പറയാൻ പോവാ. അയാൾ ഗൗരവത്തോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അയാൾ പറയുന്ന കാര്യങ്ങൾ തൻ്റെ മകളുടെ ഭാവിയെ ഇരുട്ടിലേക്ക് എറിയപ്പെടും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വിനീതയുടെ അച്ഛൻ സുരേന്ദ്രൻ എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ട് മുഖം കുനിച്ചു തന്നെയിരുന്നു. ഇതുപോലെ ശുദ്ധിയില്ലാത്തവളെ ഇനി ഈ വീട്ടിൽ ഞാൻ വെച്ച് താമസിക്കുകയില്ല. ഇവളുള്ള ഒരു വീട്ടിൽ ഏത് പുരുഷനാണ് മനസമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ സാധിക്കുക? അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ സുരേന്ദ്രൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് മിടിക്കാൻ മറന്നുപോയി. ഒരച്ഛനും സ്വന്തം മകളെക്കുറിച്ച് കേൾക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് താനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം അയാളെ വല്ലാതെ ധർമ്മസങ്കടത്തിലാഴ്ത്തി. അങ്ങനെ എൻ്റെ മകളെ കുറ്റം പറയുമ്പോൾ സ്വന്തം മകനെ കൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കണം സുകുമാരൻ ചേട്ടാ. കാരണം അവൾ ചീത്തയാണെങ്കിൽ നിങ്ങളുടെ മൂത്ത മകനും ചീത്തയല്ലേ? സരസ്വതി അയാൾക്ക് നേരെ നീരസത്തോടെ ചോദിച്ചു. തൻ്റെ മകളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനുള്ള നീരസം അവളുടെ സംസാരത്തിലുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മകന് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം ഈ വീട്ടിൽ സരസ്വതിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഭർത്താവ് നടുവൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നോക്കാൻ വയ്യെന്നും പറഞ്ഞ് വീട്ടിൽ വന്നതും പോരാ, മുൻ ഭർത്താവിൻ്റെ മുറിയിൽ കയറിയവനെ. ബാക്കി പറയാൻ അയാൾക്ക് നാണക്കേട് തോന്നി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സരസ്വതി. ഇതുപോലെയുള്ള ദുഷിച്ചതങ്ങളെ ഇനി ഇവിടെ എനിക്ക് താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ മകൾക്ക് കുരങ്ങ് കളിപ്പിക്കാൻ എൻ്റെ മകൻ ആദിത്യനെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് അവനെ ഏറ്റെടുക്കാം, കൂടെ കൊണ്ടുപോകാം. ഞാൻ തടയില്ല. പക്ഷേ ഈ വീട്ടിൽ ഇവരുടെ ജീവിതം ഞാൻ എന്തായാലും സമ്മതിക്കുകയില്ല. അയാൾ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നതിനെ പോലെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും പരസ്പരം അന്യോന്യം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമാണോ ഇവർ തമ്മിലുള്ളത്? അതെങ്കിലും ആലോചിച്ചുകൊണ്ടേ നിങ്ങൾക്ക്? മകൻ്റെ മുഖത്തെ സങ്കടത്തിൻ്റെ ആഴം കണ്ടതും വത്സല ആദിത്യന് വേണ്ടി ശബ്ദമുയർത്തി. ഇതാരായി പറയുന്നേ? മുല്ലശ്ശേരി സുകുമാരൻ്റെ ഭാര്യ വത്സല തന്നെയാണോ? പണ്ട് മീരയുടെ കഴുത്തിൽ കിടന്ന കെട്ടുതാലി അറുത്തു മുറിച്ചു മാറ്റി വാങ്ങിയപ്പോൾ ഈ ആലോചനയൊന്നും അന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. ഇളയ മരുമോളെ മൂത്തവൻ്റെ കൂടെ പറഞ്ഞു വിട്ടപ്പോഴും അതും മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമായിട്ടാണ് നീ കണ്ടത് അല്ലേ വത്സലേ? ഇനി ഇക്കാര്യം പറഞ്ഞ് നീ വായ തുറന്നാ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. എന്തെങ്കിലും നീ വായ തുറന്ന് എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് വത്സല അത് ഓർത്തിരിക്കുന്നത് നന്ന്. അയാൾ ആദ്യമായി ഭാര്യയോട് കയർത്ത് സംസാരിച്ചു, അതും ഭീഷണിയുടെ സ്വരത്തിൽ. പൊടുന്നനെ ആദിത്യനെ ഒന്ന് സങ്കടത്തോടെ നോക്കിയിട്ട് അവർ ദേഷ്യം സ്വയം അടക്കി പിടിച്ചു. ഇനി എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത് ആദിത്യ. അയാൾ അവൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. ഇരിക്കാൻ പോലും ആവതില്ലാതെ വീൽ ചെയറിൽ ഒരു ശവത്തെ പോലെ ഇരിക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ടും മകനോട് അയാൾക്ക് തെല്ലും സഹതാപം തോന്നിയില്ല. കാരണം അത്രമേൽ ആ പിതാവ് തൻ്റെ മകനെ വെറുത്തിരുന്നു. വേലി ചാടിപ്പോകുന്ന ഒരു ഭാര്യ നിനക്കിനിയും ഭാര്യയായിട്ട് വേണോ? അതിലുണ്ടായിരുന്നു അയാൾക്ക് അവളോടുള്ള അമർഷവും ദേഷ്യവും. ആദിത്യൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് വെറും തറയിൽ കൂനിക്കൂടിയിരിക്കുന്നവളുടെ മുഖത്തേക്ക് ആയാസപ്പെട്ട് കണ്ണുകൾ നോക്കി. അവളെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവയല്ല. പക്ഷേ അത് വിശ്വസിക്കണോ വേണ്ടേ എന്ന് പോലും തനിക്കിപ്പോൾ സംശയമാണ്. ഒരു പക്ഷേ തനിക്കിപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും വിനീതയെ ഞാൻ അവിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇന്നലെ രാവിലെ താൻ ആശുപത്രിയിൽ വെച്ച് കണ്ട ഭാവം
അവളോട് അവളിലെ മറ്റൊരു വിനീതിയാണ് തനിക്ക് കാട്ടിത്തന്നത്. മോനെ, അവളെ വേണ്ടെന്ന് വയ്ക്കരുത്. അവളോട് ക്ഷമിക്കണം. ഒരു തെറ്റ് പറ്റിപ്പോയി. ആദിത്യൻ തൻ്റെ മകളെ ഉപേക്ഷിക്കുമോ എന്ന പേടിയാൽ സരസ്വതി അവന് നേരെ കൈകൾ കൂപ്പി. അമ്മേ! പൊടുന്നനെ അവിടെ വിനീതിയുടെ ശബ്ദം ഉയർന്നു. ഇത്രയും നേരം ഹാളിൻ്റെ ഒരു മൂലയിൽ ആരെയും വകവയ്ക്കാതെ ഇരുന്നവളുടെ ഭാവമാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. എന്താടി? അവർ മകളുടെ നേരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണോ? നടുവ് ഒടിഞ്ഞ് അനങ്ങാതെ കിടക്കുന്ന ഒരുവൻ്റെ കൂടെ ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൊണ്ട് എന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമോ എന്ന് പോലും ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു നിമിഷം വിനീതിയുടെ വാക്കുകൾ തീർത്ത ഞെട്ടലിൽ മുല്ലശ്ശേരി കുടുംബം വിറച്ചുപോയി. പക്ഷേ ആദിത്യൻ്റെ ശരീരത്തോടൊപ്പം മനസ്സും അപ്പോൾ മരിച്ചുപോയിരുന്നു. അവൻ്റെ മനസ്സിൽ നിന്നുമുള്ള രക്തച്ചാലുകൾ കണ്ണീരായി കണ്ണുകളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിച്ചു. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അത്രമേൽ അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു എന്ന് സാരം. വിനീത ഒരു തെറ്റായിരുന്നെന്ന് ഇത്രയും നേരം പ്രയാസം തോന്നിയവന് ആ നിമിഷം വിനീതയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വെളിവായി. എന്താ ആദിത്യ, നിനക്കിനി ഇവളെ വേണോ? സുകുമാരൻ്റെ ചോദ്യത്തിൽ പുച്ഛ ആവോളം കലർന്നിരുന്നു. അത് കേൾക്കാൻ ബാധ്യസ്ഥൻ എന്ന പോലെ അവൻ തലകുനിച്ചു. പാതി ചത്ത ശരീരം അപ്പോൾ മുഴുവനായും മരിച്ചു പോയിരുന്നു. വേണ്ട അച്ഛേ. വേണ്ട എന്ന ഉള്ള വാക്കിനേക്കാൾ അച്ഛൻ എന്നുള്ള വിളി വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വായിൽ നിന്നും കേട്ട ഒരു പിതാവിൻ്റെ മനം വല്ലാതെ പിടഞ്ഞു പോയിരുന്നു ആ സമയം. കേട്ടില്ലേ? ഇനി എന്താണ് സരസ്വതിയുടെ തീരുമാനം? ഉള്ളിലുള്ള വേദനയെ പുറത്തു കാട്ടാതെ അയാൾ ചോദിച്ചു. ഞങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. സുരേന്ദ്രനാണ് അതിനുള്ള മറുപടി നൽകിയത്. ശേഷം ഒരു കാറ്റുപോലെ അയാൾ ആ വീടിൻ്റെ പടികളിറങ്ങി. ഒരു പിതാവിൻ്റെ തകർച്ച അവിടെ തുടങ്ങുകയായിരുന്നു. ഇറങ്ങടി ഇവിടുന്ന്. നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടി. ഒന്ന് തുലയരുതോടി നിനക്ക്. കുറേയേറെ ശാപവാക്കുകൾ ചൊരിഞ്ഞ് നടക്കാൻ പോലും ത്രാണിയില്ലാത്തവളെ കയ്യിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ടാണ് അവർ തൻ്റെ മകളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. നിയമപരമായി ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇനിയൊരു ഡൈവോഴ്സിൻ്റെ കാര്യം ഉണ്ടാവില്ല. ഇനി അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിങ്ങൾ കാലുകുത്തരുത്. ഇറങ്ങിപ്പോകുന്നവർക്ക് നേരെ സുകുമാരൻ ദേഷ്യത്തോടെ ചീറി. എല്ലാം കഴിഞ്ഞതും മുല്ലശ്ശേരി കുടുംബം ശാന്തമായി. അനി രശ്മിയെയും ചേർത്ത് പിടിച്ച് സമാധാനത്തോടെ സ്വന്തം മുറിയിലേക്ക് നടന്നു. സ്വന്തം മകൻ്റെ വീൽചെയറിൽ പിടിച്ചുകൊണ്ട് ഇനി എന്ത് എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്ന വത്സലയെ സുകുമാരനൊന്ന് കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി. ജനിപ്പിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇവന് വേണ്ടുന്ന ചികിത്സാ ചെലവുകൾ ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും. പിന്നെ ഇവനെ നോക്കാൻ ഏതെങ്കിലും ഒരു മെയിൽ നേഴ്സിനെ ഒരാളെ ഏർപ്പാടാക്കുകയും ചെയ്യും. 3 നേരത്തെ ഭക്ഷണവും കൊടുക്കാം. അതിൽ കൂടുതലൊന്നും സുകുമാരൻ്റെ മൂത്രപുത്രന് കൊടുക്കുന്നതല്ലായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അയാൾ സ്വന്തം മുറിയിലേക്ക് കയറാൻ തുടങ്ങി. വേറൊന്നുകൂടിയുണ്ട് പറയാൻ. വീണ്ടും തിരിഞ്ഞ് അവരുടെ മുൻപിൽ ചെന്ന് നിന്ന് അയാൾ തുടർന്നു. ഈ വീടും സ്വത്തും ബിസിനസ്സും എല്ലാം ഈ ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മുതലുകളാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വിയർപ്പിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും മുഴുവൻ ഞാൻ അനിയുടെയും ലക്ഷ്മിയുടെയും പേരിലേക്ക് എഴുതി വെച്ചു. അത് അംഗീകരിക്കുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി. അതല്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാർ തന്ന മുല്ലശ്ശേരിക്കാരുടെ പഴയ ഒരു ഒറ്റമുറി വീട് ഇപ്പോഴും ഈ വീടിൻ്റെ പിന്നിലുള്ള പറമ്പിൽ ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ പോയി താമസിക്കാം. അതും എൻ്റെ ഔദാര്യത്തിൽ. ഇപ്പോൾ എല്ലാം മനസ്സിലായോ? വത്സലയെ നോക്കി ഒന്നിരുത്തിയാണ് സുകുമാരൻ അത് പറഞ്ഞത്. ശേഷം അയാൾ തൻ്റെ മുറിയിലേക്ക് നടന്നു. ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഞാനും എൻ്റെ മകനും ഇവിടെ കിടക്കണം എന്നല്ലേ? ഭർത്താവ് പോയ വഴിയെ നോക്കി അവർ ദേഷ്യത്തോടെ പല്ല് ഞെരിച്ചു. കേട്ട വാക്കുകൾ അവരെ അത്രമേൽ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവനും ഒലിച്ചു പോകുന്ന അവസ്ഥ ആദ്യമായി വത്സലയപ്പോൾ അറിഞ്ഞു. പക്ഷേ ചുറ്റുമുള്ളതും അവിടെ സംഭവിക്കുന്ന ഒന്നും ആദിത്യൻ അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. എന്തിനു പറയുന്നു, സ്വന്തം ശരീരത്തിൻ്റെ അസഹ്യമായ വേദന പോലും. സർ, എൻ്റെ ലീവ് തീർന്നു. നാളെ തൊട്ട് ജോയിൻ ചെയ്തോട്ടെ. കാറിൻ്റെ പിൻസീറ്റിൽ നീണ്ടു നിവർന്ന് കിടന്നുകൊണ്ട് വിനീത് തൻ്റെ ചതഞ്ഞ് പറഞ്ഞ വിരലുകളാൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു. അതിനെന്താ വിനീതേ,
തനിക്ക് ഈ കമ്പനിയിൽ ഓൾവേസ് വെൽക്കം അല്ലേ? അയാൾ മറുപടി ചാറ്റ് ടൈപ്പ് ചെയ്തു. വാട്ട് എൽസ്? സാറ് സുഖമായിരിക്കുന്നോ? വിനീതയില്ലാത്തതുകൊണ്ട് ഓഫീസ് വല്ലാതെ ബോറായിരിക്കുന്നടോ. അയാൾ തൻ്റെ മടിയിലിരുന്ന പി എയെ താലോചിച്ചുകൊണ്ട് അവൾക്കായി മറുപടി നൽകി. മീ ടു സാർ. അവൾ നീരുവെച്ച മുഖം കൂട്ടി ഗൂഢമായി പുഞ്ചിരിച്ചു. തൻ്റെ കല്യാണാലോചന വരെയൊക്കെ എവിടം വരെയായി? അയാളുടെ സാഡിമോജിയിട്ട ചാറ്റ് അവളുടെ ഫോണിൽ തെളിഞ്ഞു. അതൊക്കെ ഒന്നും ആയില്ല സാറേ. മനസ്സിലൊരാളെ വെച്ചുകൊണ്ട് വേറെ ഒരാളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അവളുടെ വാക്കുകളിൽ പ്രണയം കവിഞ്ഞൊഴുങ്ങി. ഐ ലവ് യു മൈ സ്വീറ്റ് ഹാർട്ട്. വിനീതയുടെ സീക്രട്ട് ഫയൽ പൊടുന്നനെ തൻ്റെ ലാപ്ടോപ്പിലെ മെയിലിൽ തെളിഞ്ഞതും അയാളൊരു കാലനെ പോലെ പൊട്ടിച്ചിരിച്ചു. നമുക്ക് ഈ ഡീൽ ഒരുമിച്ച് നടത്താം ഡേവിഡ്. മടിയിലിരുന്നവൾ അയാളോട് കെഞ്ചി.